അപ്പോൾ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ആണ് സഹകാരിയിൽ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ കണ്ടുപഠിക്കുന്നതാണ് ഇഷ്ടം. ജോലിക്ക് കയറുമ്പോൾ മെയിനായിട്ട് എൻ്റെ ആ ഒരു കംഫർട്ടബിൾ സോൺ അങ്ങ് പോകും. ആഴ്ചയിൽ ഒരു 6 ദിവസം ജോലിയുണ്ട്, പിന്നെ ക്യാരിയിങ് ആണ്, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ചെയ്യുന്നത് സൺഡേ ഈ ക്ലാസ്സുകളെല്ലാം കാണും. പിന്നെ എനിക്ക് വണ്ടിയിൽ ഇരുന്ന് പഠിക്കുന്ന ഇഷ്ടമല്ല, അത് മാറ്റി ഞാൻ വണ്ടിയിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. എക്സാംസ് എഴുതാൻ തുടങ്ങി. ഉറക്കം ഞാൻ കുറച്ച്. പ്രതിസന്ധികൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വിജയം നമ്മുടെ കൂടെ നിൽക്കും എന്നതിനുള്ളൊരു എക്സാമ്പിളാണ് മാളവിക രമേശ്. മാളവികയുടെ ആക്ച്വലി ഇത് 2ാമത്തെ സക്സസ് സ്റ്റോറിയാണല്ലേ മോളെ. ആദ്യം നമുക്ക് CSE പഠനത്തിന് വേണ്ടി ഓഫ്ലൈൻ ക്ലാസ്സിലേക്കാണ് മാളവിക ആദ്യം വരുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ബാങ്കിലേക്ക് പ്ലേസ്ഡ് ആവുകയും ഇപ്പോൾ നിലവിൽ നമ്മുടെ പോലീസ് സഹകരണ സംഘത്തിൽ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജൂനിയർ ക്ലർക്കായിട്ട് ജോലി ചെയ്തു വരവെയാണ് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലേ? അപ്പൊ ആ സമയത്ത് മാളവിക ഫേസ് ചെയ്ത ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? സാറേ, ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജോലിക്ക് കയറിയ സമയമാണ്. അപ്പോൾ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ആണ് സഹകാരിയിൽ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ കണ്ടുപഠിക്കുന്നതാണ് ഇഷ്ടം. ജോലിക്ക് കയറുമ്പോൾ മെയിനായിട്ട് എൻ്റെ ആ ഒരു കംഫർട്ടബിൾ സോൺ അങ്ങ് പോകും. പക്ഷെ ഞാൻ സഹകാരിയിൽ സാറിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തു. അങ്ങനെ സാറ് പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സിന് വരാൻ പറഞ്ഞു. ഞാൻ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്തു. ആ സമയത്ത് ഞാൻ ജോലി കിട്ടിയതും എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയും സെയിം ടൈം ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലുണ്ടായിരുന്നു. വേറെ നിവൃത്തിയില്ല. പക്ഷെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് കണ്ടന്റ് ഞാൻ CSEB ഞങ്ങളുടെ തമ്പാനൂരിന്റെ ഫസ്റ്റ് ബാച്ചാണ്. ഞങ്ങളുടെ B ബാച്ച് എന്ന പറയുന്ന ബാച്ചാണ്. അപ്പോൾ ഞാനവിടെ ജോയിൻ ചെയ്ത് 2023 മാർച്ചിൽ ജോയിൻ ചെയ്തു. ഏപ്രിൽ ഫസ്റ്റ് എക്സാം എനിക്ക് 8.5 മാർക്കിന്റെ വ്യത്യാസം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. സാർ എണീച്ച് എന്നിട്ട് ചോദിച്ചു എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മാർക്ക് പറഞ്ഞു. സാറ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. അടുത്ത എക്സാം ആയിരുന്നു ജൂണ്. അതിൽ ഈ സൊസൈറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. പിന്നെ എല്ലാ CSEB ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോലിക്ക് കയറിയത് ഇവിടെയാണ്. അപ്പോൾ ജോലിക്ക് കയറിയതിനു ശേഷം അങ്ങനെ സാറ് പറഞ്ഞു ഓൺലൈനായിട്ട് എടുത്തോളൂ പറഞ്ഞു. പക്ഷെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ CSEBയിൽ ഇപ്പോൾ ഒരു ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് പഠിക്കുമ്പോൾ നമ്മൾ എത്ര കണ്ടന്റ് ആണോ തന്നത് അതിന്റെ ഒരു 5 ഇരട്ടി കണ്ടന്റ് ആണ് ലെവല് പറ്റും ഇൻസ്പെക്ടർ. അപ്പൊ നമ്മൾ ഈ കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ ചോദിക്കും ഇത് തീരോ പഠിച്ച് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് സാറിനോട് സാറ് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്, നമ്മൾ എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് വായിച്ചാലേ വായന ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പഠിച്ചു. ഞങ്ങളുടെ മെന്റർ ദീപുക്കുട്ടനായിരുന്നു. പുള്ളിക്കാരൻ നല്ല സപ്പോർട്ടീവാണ്. എപ്പോഴും വിളിച്ച് ചോദിക്കും പഠിക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ. അപ്പൊ അതിനും നമുക്ക് ഇതുപോലെ എക്സാംസ് ഉണ്ട് ഓൺലൈനായിട്ട്. അപ്പൊ അതിലും ഒത്തിരി അത്യാവശ്യം നല്ല 1, 2, 3 സ്ഥാനങ്ങളിൽ ഞാൻ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഓഫ്ലൈൻ പോകാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി ഓൺലൈനിൽ? ഓൺലൈനിൽ എനിക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാര്യം ഈ ആഴ്ചയിൽ ഒരു 6 ദിവസം ജോലിയുണ്ട്. ഞാൻ ട്രിവാൻഡ്രം ആയിരുന്നു ആ സമയത്ത്. പിന്നെ ക്യാരിയിങ് ആണ്, അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആകെ ചെയ്യുന്നത് സൺഡേ ഈ ക്ലാസ്സുകളെല്ലാം കാണും. പിന്നെ എനിക്ക് വണ്ടിയിൽ ഇരുന്ന് പഠിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ ഞാൻ അത് മാറ്റി ഞാൻ വണ്ടിയിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ എക്സാംസ് എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കം ഞാൻ കുറച്ച്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. ഞാൻ 4 മണിക്കൂർ എന്നൊക്കെ ഉള്ളത് പിന്നെ 3 മണിക്കൂറാക്കി. അങ്ങനെയൊക്കെ ഉറക്കമൊക്കെ കുറച്ച്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടായി. എനിക്ക് കുറച്ച് നേരത്തെ മെറ്റേണിറ്റി ലീവ് എടുക്കേണ്ടി വന്നു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട്. പിന്നെ എനിക്ക് ഒരു 9 മാസം എൻ്റെ ക്യാരിയിങ്ങിന്റെ ഒരു സംഭവം സ്റ്റാർട്ട് ആയപ്പോഴായിരുന്നു JCയുടെ എക്സാമിന്റെ തലേന്ന് ഞാൻ 1 മണിക്കൂറാണ് ആകെ ഉറക്കം വന്നില്ല എക്സാം. അത് കഴിഞ്ഞ് എനിക്ക് ഉറങ്ങിയിട്ട് കണ്ണടയ്ക്കുമ്പോ എക്സാം. അങ്ങനെ ഞാൻ എണീക്കും, പിന്നെ ബുക്ക് എടുക്കും. അങ്ങനെ ജസ്റ്റ് ഒരു 1 മണിക്കൂർ ഉറങ്ങി പിന്നെ ഞാൻ എണീറ്റും. എനിക്ക് 7:15 എക്സാം. വീടിനടുത്തുള്ള സ്കൂളായതുകൊണ്ട് എനിക്ക് വലിയ ട്രാവലിംഗ് വന്നില്ല. എക്സാം ഒക്കെ എഴുതി. പക്ഷെ എക്സാം ഹാളിനകത്തായാലും കുട്ടികളുടെയൊക്കെ ഒരു പ്രതികരണങ്ങള് അവർക്കാർക്ക് എക്സാം അങ്ങോട്ട് ശരിയായില്ല എന്നുള്ള രീതിയിൽ ഞാനും വായിച്ചിട്ട് എനിക്ക് ഓക്കെ അവസ്ഥയുണ്ടായിരുന്നുള്ളൂ. പിന്നെ കീ ഒക്കെ വന്നതിന് ശേഷമാണ് ഒന്ന് തണുത്തത്. പക്ഷെ ഫൈനൽ ആൻസർ കീ വന്നപ്പോ ഞങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പോയി. അപ്പോഴും
ഞാൻ സത്യം ഞാൻ ഫൈനലിക്ക് നോക്കിയിട്ടേ ഇല്ല. ഈ പ്രൊവിഷനിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഫൈനൽ വന്നപ്പോൾ എനിക്ക് കുറയും എന്നറിയാം, പക്ഷെ നോക്കാനുള്ള ഒരു വിശ്വാസം ഇല്ലാത്തത് ഞാൻ നോക്കിയില്ല. എന്തായാലും 71ാമത്തെ റാങ്ക് വാങ്ങിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ ഈ പ്രഗ്നൻസി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ട് കേരള ബാങ്ക് പിന്നെ നോക്കിയില്ല. ഇല്ല, കേരള ബാങ്ക് കാര്യം കേരള ബാങ്കിന്റെ എക്സാമിന്റെ തലേ ദിവസം വരെ എന്റെ കുഞ്ഞിനെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. ഞാൻ ഒരു 5-6 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. കേരള ബാങ്കിൽ പോയി. ഓരോ വ്യക്തികളുടെയും സ്റ്റോറികൾ ഡിഫറെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കൊള്ളാനും തള്ളാനും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ കംഫർട്ട് സോൺ ഒക്കെ എന്ന് പറയുമ്പോൾ മാളവികയുടെ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന അപ്പോൾ അവസ്ഥയില്ല, നമുക്ക് നിവൃത്തിയില്ല, ജോലിക്ക് പോയേ പറ്റുള്ളൂ, അതുപോലെ കുഞ്ഞിൻ്റെ കാര്യവും നോക്കിയേ പറ്റത്തുള്ളൂ. 2 കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ശീലങ്ങളൊക്കെ മാറാൻ തുടങ്ങി എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഉറക്കത്തിൻ്റെ ശീലങ്ങൾ മാറ്റം വന്നു. പ്രയോറിറ്റി മാറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പഠനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിന് നിങ്ങൾ എത്രാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നു നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. എത്രാമത്തെ പ്രയോറിറ്റിയാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും, ഫാമിലിയുടെ കാര്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും, ഇതിനേക്കാൾ കൂടുതൽ. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെ താഴ്ത്തി കൊണ്ടുവന്നിട്ട് പഠനത്തിലുള്ള പ്രയോറിറ്റിനെ ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് ക്വാളിറ്റി ടൈം കിട്ടത്തില്ല. ആ സമയത്ത് മാളവിക യാത്രക്കിടയിൽ പഠിക്കാൻ തുടങ്ങി, യാത്രക്കിടയിൽ എക്സാം എഴുതാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആ ഒരു ഡ്രീം സ്ട്രോങ് ആകുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ കാലാനുഗതമായിട്ട് നിങ്ങളിലും ഉണ്ടാകും. അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വിജയമായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മാളവികയുടെ സ്റ്റോറി ഇൻസ്പിറേഷൻ ആകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.